അൻവർക്ക, ഈ വന്യമൃഗശല്യം ഉൾപ്പെടെയുള്ള ഒരുപാട് ജനകീയ വിഷയങ്ങളാണ് പ്രചരണ വിഷയങ്ങൾ. അതുൾപ്പെടെയാണ് മണ്ഡലത്തിൽ ചർച്ചയാക്കാൻ വേണ്ടി പോകുന്നത്. തീർച്ചയായിട്ടും അത് ചർച്ചയാക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇവർ കാണിച്ചു കൂട്ടുന്ന എന്താ പറയുക കോപ്രായങ്ങളെന്ന ആവശ്യം ജനങ്ങൾക്ക് തന്നെ അറിയാം. മനുഷ്യരെ കൂടെ 8-9 വർഷം ഞാൻ നേരിട്ട് ജീവിച്ചു. അവർ തീരുമാനിക്കട്ടെ. എല്ലാവരും മന്ത്രിയാകാനും മുഖ്യമന്ത്രിയാകാനും ആണ് ഇവിടെ മത്സരിക്കുന്നത്. ഞാൻ ഈ ജനങ്ങളോടൊപ്പം നിന്നതിൻ്റെ പേരിൽ എൻ്റെ ജീവൻ അപകടത്തിലാണ്. TP ചന്ദ്രശേഖരൻ 2026 ആവർത്തിക്കും. അതിനുള്ള കരാറാണ് പിണറായിയും സതീശനും ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മന്ത്രിയാകാനും MLA ആകാനും മത്സരിക്കുമ്പോൾ ഞാൻ എൻ്റെ ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ചതിൻ്റെ പേരിൽ എൻ്റെ ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ആ ജീവൻ രക്ഷിക്കാനുള്ള ബാധ്യത ഈ ജനങ്ങൾക്കാണ്. ആ ജീവൻ ചോദിച്ചുള്ള യാത്രയാണത്. അൻവറിനെ തേടി ഒരു മാഷാ അല്ലാ സ്കോർപ്പിയോ ഇന്നോവ എപ്പോൾ വേണമെങ്കിലും വരാമെന്നുള്ളതാണോ പറഞ്ഞു വരുന്നത്? അതെപ്പോഴും 26 മെയ് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും വരും. അത് അണിയറയിൽ ശരിയാണ്, റെഡിയാണ്. ഈ പറയുന്ന തവനൂർ ജയിലിൽ തന്നെ അടച്ച് എന്നെ ആ പണി ചെയ്യിക്കാൻ വേണ്ടിയിട്ട് TPയുടെ പ്രതികൾ അവിടെ നിൽക്കുക. പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് ഇവിടുത്തെ നീതിപീഠം കാര്യങ്ങൾ മനസ്സിലാക്കിയതുകൊണ്ട് 24 മണിക്കൂറിൽ എനിക്ക് ജാമ്യം കിട്ടി. ഇല്ലായിരുന്നെങ്കിൽ അവിടെ മാസങ്ങൾ ഞാൻ കിടക്കുമായിരുന്നു. അൻവറിന്റെ പോരാട്ടം UDFനോടാണോ LDFനോടാണോ? എൻ്റെ പോരാട്ടം ജനവഞ്ചകരായ നേതാക്കളോടാണ്, വേറെ ഒരാളോടും. ജനവഞ്ചകരായ നേതാക്കളോട്, പിണറായിസത്തിൻ്റെ ഭാഗമായി ഈ നാട് കുട്ടിച്ചോറാക്കിയ പിണറായിസത്തോട്. പ്രതിപക്ഷം ഏറ്റെടുക്കേണ്ട വിഷയങ്ങൾ പിണറായിയുടെ പിന്നിലൊളിച്ചു നിന്ന് പിണറായിയെ വഴിയിലൂടെ സഹായിച്ച് കേരളത്തിൻ്റെ MLA പറവൂരിൽ നിന്ന് ജയിച്ചു കയറാൻ ആഗ്രഹിക്കുന്ന VD സതീശൻ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെയാണ്. അതായത് പിണറായിയെ എതിർക്കുന്ന അതേ രീതിയിൽ തന്നെ VD സതീശനെയും എതിർക്കുക. അല്ല, VD സതീശൻ ഇല്ലല്ലോ. VD സതീശനും പിണറായിയൊക്കെ എവിടെ കിടക്കുന്നത്? ഈ കള്ളക്കച്ചവടം നടത്തിയിട്ട് പോട്ടെ കേരളത്തിൻ്റെ നിയമസഭയിൽ എത്താനാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. പിണറായിയുടെ സപ്പോർട്ടില്ലെങ്കിൽ പിണറായി പറഞ്ഞത് CPMൻ്റെ കരുത്തനായ സ്ഥാനാർത്ഥിയെ പറവൂരിൽ നിർത്തും. 20 വർഷമായിട്ട് കഴിഞ്ഞ 4 തെരഞ്ഞെടുപ്പായിട്ട് CPIൻ്റെ ഏറ്റവും ദുർബലനായ, മനുഷ്യർക്ക് അറിവില്ലാത്ത സ്ഥാനാർത്ഥിയാണ് അവിടെ നിർത്താറുള്ളത്. അത് മാറ്റി CPM ഏറ്റുമുട്ടി നിന്നെ തോൽപ്പിക്കും, അൻവറിനെ കൂടെ കൂട്ടിയാൽ എന്നാണ് ഇദ്ദേഹത്തോട് പറഞ്ഞിട്ടുള്ളത്. UDFന്റെ രഹസ്യങ്ങളൊക്കെ പിണറായി വിജയന് ചോർത്തി നൽകുന്നത് VD സതീശനാണ് എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞ പ്രസംഗത്തിൽ നിന്ന് വ്യക്തമാക്കാൻ. ഇല്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അതെ, 3 ദിവസം മുൻപ് തന്നെ കറിവേപ്പിലയാണ് അൻവർ എന്ന് പറഞ്ഞ കാര്യം ഇന്നലെയാണ് UDF പ്രഖ്യാപിക്കുന്നത്. ആദ്യം തന്നെ പിണറായി പ്രഖ്യാപിക്കുന്നു, അതിനുശേഷം UDF അല്ല പ്രഖ്യാപിച്ചത്. വാദം നടക്കുന്നത് സതീശനാണ്. ഞാൻ മത്സരത്തിനില്ലാന്ന് പിന്മാറിയല്ലോ. പിന്നെയും ചർച്ചയ്ക്ക് സമയമുണ്ട്. ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് രാഹുലൊക്കെ വന്നത്. അപ്പോൾ അതിൻ്റെ ഒരു 3 ദിവസം മുമ്പ് എങ്ങനെ പിണറായി PV അൻവറിനെ കറിവേപ്പില UDF പുറത്ത് കളഞ്ഞിട്ടില്ലല്ലോ, ചർച്ച നടക്കില്ലേ. അപ്പോൾ അതെങ്ങനെയാണ്? കൃത്യമായ ഗൂഢാലോചന, അണ്ടർസ്റ്റാൻഡിങ്. അത് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കും.